ഹായ് ഫ്രണ്ട്സ്, പളനി യാത്രയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം ചാനലിന്റെ പേര് മറക്കണ്ട, D4 ദിവ്യാജു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ പളനിക്ക് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നത് വേളാങ്കണ്ണിയിലേക്കായിരുന്നു. വേളാങ്കണ്ണിയിലേക്കുള്ള യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതും നല്ല അതിഭയങ്കരമായ ചൂടുള്ള ഒരു സമയത്തായിരുന്നു ഞങ്ങളുടെ യാത്രകളൊക്കെയും നടന്നത് തന്നെ. നല്ല വെയിൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം വെയിലുണ്ടെന്നുള്ളത്. അപ്പം റോഡരികിൽ ധാരാളം തെങ്ങുംതോപ്പുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കേരം തെങ്ങും നാടാണ് കേരളം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തെക്കാൾ കൂടുതൽ തെങ്ങ് തമിഴ്നാട്ടിലാണ് ഉള്ളതെന്ന് എനിക്ക് ഈ യാത്രയിലൂടെയാണ് തോന്നിപ്പോയത്. അങ്ങനെ യാത്ര ഇങ്ങനെ പൊക്കോണ്ടേയിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് യാത്ര തുടർന്നത്. റോഡരികിൽ തണൽ വൃക്ഷങ്ങളൊക്കെ, അതായത് ഈ ആര്യവേപ്പില്ലേ, ആര്യവേപ്പൊക്കെ ഒരുപാട് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ തരിശു ഭൂമിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, കൃഷിയൊന്നും ഇല്ലാതെ. ഒരുപക്ഷെ വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാലമായതിനാലോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെ കൃഷിഭൂമിയൊക്കെ തരിശായി ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പളനി യാത്രയുടെ ക്ഷീണത്തെല്ലാം ആവണം തോന്നുന്നു. വണ്ടിയിലുള്ള കുറച്ച് ആളുകളൊക്കെ ഉറക്കത്തിലായിരുന്നു. ബാക്കി കുറേ പേരൊക്കെ ഇങ്ങനെ റോഡരികിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടായതിനാൽ പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചൂട് തോന്നുമായിരുന്നു. പിന്നെ ഒരു കാഴ്ച എന്ന് പറയുന്നത്, വണ്ടിയിലൊക്കെ പോകുന്ന ചേച്ചിമാരൊക്കെ മുല്ലപ്പൂ ഒക്കെ വെച്ച്, നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാര്യമാണ്, മുല്ലപ്പൂ ഒക്കെ വെച്ച് വണ്ടിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും വേളാങ്കണ്ണി എത്തി. അവിടെ റൂമൊക്കെ എടുത്തു, ഫ്രഷൊക്കെ ആയി, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു വെയിലൊക്കെ താന്ന സമയത്ത് ഞങ്ങൾ കടൽ തീരത്തേക്ക് പോയി. കടൽ തീരത്തേക്ക് പോയപ്പോൾ ഒരു നല്ല അടിപൊളി വൈബായിരുന്നു. എല്ലാവരും കുറേ നേരം കടലിലൊക്കെ കളിച്ചു, കടൽ തിരയൊക്കെ എണ്ണി. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരൊക്കെ ഇങ്ങനെ കടലിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയും ചാടി നടക്കുകയൊക്കെ ചെയ്തു. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ മണൽപ്പരപ്പിലൂടെ ഒക്കെ നടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു വെയിലൊക്കെ ഇങ്ങനെ കുറഞ്ഞൊരു സമയമായതിനാൽ നമുക്ക് ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനൊക്കെ നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു സൂപ്പർ വൈബായിരുന്നു ആ കടൽ തീരത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കടൽ തീരത്തെ ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് കയറി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം പള്ളിയൊക്കെ കണ്ടു. അവിടെയൊക്കെ കുറച്ച് നേരം ചിലവഴിച്ചിട്ട് റൂമിലേക്ക് പോയിരുന്നു. അന്ന് അവിടെ സ്റ്റേ ആയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളുടെ യാത്ര തുടർന്നത് രാമേശ്വരത്തേക്കായിരുന്നു. വഴിയരികിൽ ധാരാളം ഉപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടു. അതായത് ഉപ്പ് ഇങ്ങനെ കടൽ വെള്ളം ഇങ്ങനെ ബണ്ട് കെട്ടി ഉപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടിരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. ഫുഡ് കഴിഞ്ഞിട്ടുള്ള യാത്രയായതിനാൽ വണ്ടി വേറെ എങ്ങും നിർത്തിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആയ പാമ്പൻ പാലത്തിലൂടെ ആയിരുന്നു യാത്ര ചെയ്തത്. അതിഭയങ്കരമായൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പാമ്പൻ പാലത്തിൽ നിന്ന് നേരെ ഞങ്ങൾ എത്തിയത് ധനുഷ്കോടിയിലായിരുന്നു. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ധനുഷ്കോടിയിലെത്തി. അവിടുത്തെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. ശരിക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും മൊബൈലിന് റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കടൽ തീരത്തൂടെയൊക്കെ ഞങ്ങൾ നടക്കുകയൊക്കെ ചെയ്തു. നല്ല ഭംഗിയായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കൊണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു. അപ്പോൾ ഇതോടെ നമ്മുടെ പളനി വിശേഷം ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.